ഖുർആനിലെ ഒരായത്തിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക് ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. അള്ളാഹു തൻ്റെ പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോവുകയാണ് എന്ന് സൂചിപ്പിക്കുന്ന ജാഇലുൻ എന്ന പദത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ എൻ്റെ പ്രതിനിധിയെ നിശ്ചയിച്ചു എന്ന അർത്ഥത്തിൽ ജഅൽതു എന്നോ, പ്രതിനിധിയെ ഞാൻ നിശ്ചയിക്കുന്നു അല്ലെങ്കിൽ നിശ്ചയിക്കും എന്ന അർത്ഥത്തിൽ അജ്അലു എന്നോ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത്. മറിച്ച് ജാഇലുൻ എന്ന പദമാണ് പ്രയോഗിച്ചത്. അതാണ് നമ്മുടെ വിഷയം. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഈ ഇന്നി ജാഇലുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്മിയായ ജുംല എന്ന് പറയും. തഫ്സീറൊക്കെ ഓതി പഠിച്ച മുസ്ലിയാക്കന്മാരൊക്കെ പറയുന്ന പോലെ ഇത് ദവാമു സുബൂത്ത് ഇസ്തിംറാറിൻ്റെ അർത്ഥം നൽകും. എന്ന് വെച്ചാൽ നിരന്തരമായ ഒരു പ്രോസസ്സാണ് ഇത് എന്ന അർത്ഥം അത് നൽകും. അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുന്ന ആ ഒരു പ്രതിഭാസം മാത്രമല്ല, മറിച്ച് ആദം നബി അലൈഹി ഇസ്ലാം മുതൽ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന തൻ്റെ പ്രതിനിധികളെ നിശ്ചയിക്കുന്ന ആ ഒരു പ്രതിഭാസം, ഈ ഒരു പ്രതിഭാസം തുടർന്നുകൊണ്ടേയിരിക്കും എന്ന അർത്ഥത്തിലാണ് ഖുർആൻ അതവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അതാണ് നമ്മുടെ വിഷയം. ഈ സമയത്ത് ഇബ്ലീസിൻ്റെ ശിഷ്യന്മാരായിരുന്ന മലക്കുകൾക്ക് അത് അങ്ങ് സഹിച്ചില്ല. അവർ അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ, എന്തിനാണ് ഭൂമിയിൽ രക്തച്ചൊരിച്ചിലുകളും കലാപങ്ങളും ഉണ്ടാക്കുന്ന മനുഷ്യരെ നീ സൃഷ്ടിക്കുന്നത്? നിനക്ക് ആരാധനക്ക് വേണ്ടിയും സുജൂദുകൾ അർപ്പിക്കാനും ഞങ്ങൾ തന്നെ ധാരാളമല്ലേ? ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിയും എന്നാണ്. കാരണം തൻ്റെ പ്രതിനിധിയെയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ഇവിടെ മനുഷ്യർ മലക്കുകളെക്കാൾ പവിത്രമാകുന്നതിൻ്റെ കാരണം കൂടെ നമുക്ക് ഇതിൽ വ്യക്തമാവുന്നുണ്ട്. ഈ ജാഇലുൻ എന്ന് പറഞ്ഞതാണ് നമ്മുടെ വിഷയം. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹുവിനെ പറ്റി പറയുമ്പോൾ പരിശുദ്ധമായ കർബല മുഅ്മിനീങ്ങൾ ഏറ്റവും കൂടുതൽ വേദനയോടെ ഓർക്കുന്ന, എന്നാൽ ഇന്ന് പല ആളുകളും പറയാൻ മടിക്കുന്ന കർബലയിലെ രക്തസാക്ഷികളുടെ നേതാവായ പരിശുദ്ധരായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, ഭൂമിയിൽ വെറും 2 ആളാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിലും അതിൽ ഒരാൾ അള്ളാഹുവിൻ്റെ ഖലീഫയായിരിക്കും എന്നാണ്. എന്ന് വെച്ചാൽ ഈ ഒരു പ്രതിഭാസം എല്ലാ കാലത്തും ഉണ്ടാകും എന്നർത്ഥം. എങ്കിൽ എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും മുമ്പിൽ എനിക്ക് വെക്കാനുള്ള ചോദ്യം, ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഖലീഫ ആരാണ്?